ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു. അതായത് നമ്മൾ ഈ സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്തൊക്കെ ഒരുപാട് കമൻസ് എനിക്ക് വന്നിരുന്നു കേട്ടോ. നിങ്ങളുടെ ഫാമിലിയൊക്കെ ഒരുപാട് വയനാട്ടിലുണ്ടല്ലോ, എന്തൊക്കെയാണ് അവരുടെ സ്ഥിതിഗതികളെ, അവർക്ക് എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ, ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാടെന്ന് വെച്ചാൽ എനിക്ക് കാര്യമായിട്ട് വാട്സപ്പിലായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലായിട്ടും കോളായിട്ടും ഒരുപാട് ആളുകൾ ചോദിച്ചു നിങ്ങൾ വയനാട് ഫാമിലി. കാരണം ഞാൻ കാര്യമായിട്ട് വയനാട്ടിലേക്ക് പോണ വീഡിയോ ഇടുന്ന ആളും അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ, അവിടുത്തെ കുന്നും മലയും പാറയും ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് അവിടുത്തെ വൈബ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യലുണ്ട്. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോലുണ്ട്. കാരണം ഞങ്ങൾക്ക് വയനാട്ടിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഫാമിലി ഉണ്ട്. എൻ്റെ ഉമ്മയുടെ വീട്, അതുപോലെ ഉമ്മമ്മ, അതുപോലെ അമ്മമാർ, മക്കൾ, ഫാമിലി, ഉമ്മയുടെ അനിയത്തി ഫാമിലി, അങ്ങനെ ഒരുപാട് ഫാമിലീസ് അവിടെ ഉണ്ട്. ഞങ്ങൾ വെക്കേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ലീവ് കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ട്. അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ഇടാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു. സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിക്കുമല്ലോ, നമുക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എന്താ അവരുടെ സ്ഥിതി എന്ന് അന്വേഷിക്കുമല്ലോ. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു എന്താണ് അവിടുത്തെ സ്ഥിതി, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള ഫാമിലി ഉള്ളത് എന്ന് വെച്ചാൽ കൽപ്പറ്റയാണ്. അതായത് മേപ്പാടിക്കൊക്കെ അടുത്തായിട്ട് തന്നെ. നമ്മൾ ഈ ഒരു അപകടം നടന്നില്ലേ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ, അതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ അടുത്തായിട്ടൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഉള്ളത് എൻ്റെ ഫാമിലി ബാക്കിയുള്ളത് സുൽത്താൻ ബത്തേരിയാണ്. നമ്മളെ നാട്ടിനേക്കാൾ ഒന്നും കൂടി മഴയും തണുപ്പും ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കുമല്ലോ അവിടെയൊക്കെ. അപ്പോൾ അവിടുത്തെ ഫാമിലിക്കൊക്കെ എന്ത് പറ്റി, അവരൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വിളിച്ചു. പക്ഷേ അൽഹംദുലില്ലാ നമ്മളെ ഫാമിലിക്ക് എന്ന് വെച്ചാൽ ഒന്നും കൽപ്പറ്റ ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ കൽപ്പറ്റ ആ ഭാഗത്തുള്ള ഒരുപാട് ആളുകളോടൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം ആ ഭാഗത്തൊക്കെ നല്ല മരങ്ങളും നല്ല മലകളും പാറകളും. പക്ഷെ അവിടെ കൂടുതലായിട്ട് നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നും മല അങ്ങനെ നിരത്തി JCB കൊണ്ടൊക്കെ ഇതാക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ഭാഗമൊന്നും ഇനി എങ്ങനെയൊക്കെ ഏതൊക്കെ പഠിച്ചവൻ്റെ അടുത്താണ് എങ്ങനെയൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഉരുൾപൊട്ടൽ, ഭൂകമ്പം അതൊക്കെ ഓരോ സ്ഥലത്ത് പഠിച്ചവങ്ങനെ കണക്കാക്കണമല്ലോ, അതുപോലെയൊക്കെ വരും. എന്തായാലും പഠിച്ച റബ്ബ് നമ്മളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. പക്ഷേ ആ ഭാഗത്തുനിന്ന് ചൂരൽമല ആ മേപ്പാടി ആ ഭാഗത്തേക്ക് ഒരുപാട് ആൾക്കാരെ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ, അടുത്തുള്ള സ്ഥലത്തേക്കൊക്കെയാണല്ലോ കെട്ടിച്ച് അയക്കാറുള്ളത്. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ തലേന്ന് രാത്രിയൊക്കെ നല്ല കുറച്ച് ദിവസത്തേക്കുള്ള മഴ തുടങ്ങിയിട്ട്. ഇപ്പോൾ തലേന്നൊക്കെ നിൽക്കാതെ ഇങ്ങനെ മഴ പെയ്യല്ലേ. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, മഴ ശക്തമായി പെയ്യുക, ചോരുക, അപ്പം തന്നെ പിന്നെയും പെയ്യുക, അങ്ങനെ ഒരു ഇടതടവില്ലാത്ത മഴയിനല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം മുൻകൂട്ടി കണ്ടിട്ട് എന്താ അറിയില്ല അവിടേക്ക് കെട്ടിച്ച മക്കളൊക്കെ അവരുടെ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ ഉപ്പൊക്കെ പോയിട്ട് കൊണ്ടുവന്നു വരി. അപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ ഉപ്പ വിളിച്ചു. കാരണം എന്താ നല്ല മഴയാണ്, നിങ്ങളെ കൊണ്ടുവരാൻ പറ്റേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ ഉപ്പമാർക്കും ഉമ്മാർക്കൊക്കെ ഒരു ബേജാറായിരിക്കുമല്ലോ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയായിരിക്കും നല്ലത്, അങ്ങനെ ഒരു ടെൻഷൻ വരുമല്ലോ. അപ്പോൾ എന്നോട് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊണ്ടുവരാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് എവിടെയായാലും പഠിച്ചവൻ്റെ വിധി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നടക്കുമല്ലോ. മരണം എവിടെ നിന്നാണ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല, ഓരോ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ സ്റ്റാറ്റസ് വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടല്ലോ കിടന്നുറങ്ങിയത് വയനാട്ടിൽ, പക്ഷേ അവരുടെ ആ ഒരു മൃതശരീരം കിട്ടിയത് ഇവിടെ മലപ്പുറം ജില്ലയിൽ. അവരുടെ മൃതശരീരങ്ങൾ എടുത്തു കൊണ്ടുപോയത് മറ്റാരോ, ആരും അറിയില്ല, ഉറ്റവരുമല്ല ഉടയവരുമല്ല ആരുമല്ല, അറിയാത്ത ആളുകൾ. അപ്പോൾ ഒരിക്കലും നമ്മൾ എവിടെയാണ് മരിക്കാമെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മളെ കിട്ടുകയെന്നോ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രക്കും കിലോമീറ്ററുകൾ, അത്രക്കും ആ മഴേൻ്റെ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ശക്തി കൊണ്ട് ഒലിച്ചു വന്നതാണ്. വലിയ വലിയ പാറക്കല്ലുകളും അതൊക്കെ ഇങ്ങനെ ശരീരത്തേക്ക് ഇങ്ങോട്ട് എത്ര 2-3 ആനൻ്റെ വലിപ്പമുള്ള പാറക്കല്ലുകളൊക്കെ ആണല്ലോ ഉള്ളത്. അത്രക്ക് ഉരുൾപൊട്ടി ഇങ്ങോട്ട് വന്ന് വീണിട്ട് അതൊക്കെ മനുഷ്യന്മാരെ മേത്തേക്കൊക്കെ വീണാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ലല്ലോ. കൈയും കാലും തലയൊക്കെ വേർപെട്ട് ഉടൽ വേർപെട്ട് അങ്ങനത്തെ ഒക്കെ ഓരോ കാഴ്ചകൾ നമ്മൾ കണ്ടു, ഓരോന്ന് കേട്ടു. പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അല്ലേ. പിന്നെ നമ്മളെക്കൊണ്ട് കഴിയണത്ര സഹായമൊക്കെ അവർക്ക് വേണ്ടി എങ്ങനെ വെച്ചാൽ ചെയ്ത് കൊടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ ആ പിഞ്ചു മക്കൾ, ഒരുപാട് പിഞ്ചു മക്കളൊക്കെ അനാഥമായി, അതുപോലെ ഒരുപാട് ആളുകളൊക്കെ ഒറ്റപ്പെട്ടു. അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം. നമ്മൾ വിചാരിക്കും മരിച്ചു പോയവർ മരണപ്പെട്ട് പഠിച്ചവൻ്റെ അടുത്ത് എത്തി. പക്ഷേ ബാക്കിയുള്ളവർ, അപകടം പറ്റിയവർ, എല്ലാവരും നഷ്ടപ്പെട്ട, ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ,
അങ്ങനെയൊക്കെ അതൊക്കെയാണ് അവർക്കൊക്കെയാണ് സഹിക്കാൻ പറ്റാത്ത ഓരോ വേദനകൾ ഉണ്ടാകുക. എന്തായാലും പടച്ച റബ്ബ് എല്ലാവർക്കും ക്ഷമ നൽകട്ടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് കുട്ടികളിങ്ങനെ അനാഥമായി എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൽ ഓരോ ഫാമിലിയൊക്കെ ഓരോ കുട്ടികളൊക്കെ ദത്തെടുക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അതിലൊരു സന്തോഷ വാർത്ത നമ്മളെ ഒരു അയൽവാസി തന്നെ കേട്ടോ. ആ പെണ്ണിന് 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഒരു പെൺകുട്ടിനെ ഞാനും ദത്തെടുക്കുകയാണ്. എനിക്ക് എൻ്റെ മക്കളെ വളർത്തുന്ന പോലെ തന്നെ ആ കുട്ടീനെയും ഞാൻ വളർത്തും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. എന്തായാലും പടച്ച റബ്ബ് സ്വന്തം മക്കളോടുള്ള പോലെ തന്നെ സ്നേഹം ആ മക്കളോടും കാണിക്കാൻ അവർക്ക് മനസ്സ് നൽകട്ടെ. കാരണം നമ്മൾ എത്രയൊക്കെ തന്നെയായാലും നമ്മളെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കും. പക്ഷേ മറ്റൊരു കുട്ടിയെ അതുപോലെ സ്നേഹിക്കാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ ആ കുട്ടി ഒരിക്കലും ബുദ്ധിമുട്ടാകരുത്, വിഷമിക്കരുത്, ഒരു ഇടങ്ങാറാകുന്ന ഒരവസ്ഥ ആ കുട്ടിക്ക് വരരുത്. അവരുടെ സ്വന്തം മക്കളെ പോലെ തന്നെ ആ സ്നേഹം ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കാൻ അവർക്ക് കഴിയട്ടെ. എന്തായാലും സ്വന്തം ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ട മക്കളാണ്. അവരും ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. എന്തൊക്കെ തന്നെയായാലും സുരക്ഷിതമായ കരങ്ങളിൽ പടച്ച റബ്ബ് അവരെ എത്തിക്കട്ടെ. ഒരു കുട്ടിയും ഇടങ്ങാറാവാൻ പാടില്ല, ബുദ്ധിമുട്ടാൻ പാടില്ല. നമ്മൾ ദത്തെടുക്കാന്നൊക്കെ പറയും. പക്ഷേ പിന്നീട് നമുക്ക് ആ ഒരു സ്നേഹം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ പോലെ അവരെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ആ കുട്ടികളുടെ മനസ്സ് വേദനിക്കും. അതിനുള്ളൊരു സാഹചര്യമൊന്നും വരാതെ നമ്മൾ സൂക്ഷിക്കണം. നല്ല രീതിയിൽ ആത്മാർത്ഥമായി പഠിച്ചവനെ വിചാരിച്ച് ചെയ്താൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ദത്തെടുക്കാൻ വെച്ച ആ ഒരു പെണ്ണിൻ്റെ പേരൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കണമെന്നില്ല. ഞങ്ങളൊക്കെ അറിയണ നല്ലൊരു പെണ്ണാണത്. എന്തായാലും പടച്ച റബ്ബ് അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. അങ്ങനെ ഒരു ഇത് തോന്നിയല്ലോ. എന്തായാലും സ്നേഹവും കാരുണ്യവും അവരുടെ മനസ്സിൽ അള്ളാഹു ഇട്ട് കൊടുക്കട്ടെ. ആ കുഞ്ഞിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ഒരു ഉസ്താദിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് 1-ാം ക്ലാസ്സിലെ മദ്രസയിൽ എന്താ പറയുക, അക്ഷരങ്ങളിങ്ങനെ എഴുതി പഠിപ്പിക്കണം, ആ ഒരു ബോർഡിൽ എഴുതി പഠിപ്പിക്കണം. ആ രംഗം കണ്ടപ്പോഴേ ഇനി ഒരിക്കലും ആ ക്ലാസ്സിലേക്ക് ആ ഉസ്താദ് വരില്ല എന്നുള്ളൊരു ക്യാപ്ഷനും കൂടി കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ സങ്കടപ്പെട്ടു. ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദാണത്. എന്തൊക്കെ തന്നെയായാലും അതൊക്കെ വളരെയധികം വേദനയേറിയ രംഗങ്ങളാണ്. മക്കളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, മരണപ്പെട്ടു പോയ എല്ലാവർക്കും പടച്ച റബ്ബ് ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയ ചെറിയ മക്കളൊക്കെ ഒരുപാട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോയി. അതൊക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ രക്ഷപ്പെട്ടതാണ്. ആ മക്കളൊക്കെ സ്വർഗത്തിൽ ഇപ്പോൾ പൂമ്പാറ്റകളെ പോലെ പാറി പറക്കുന്നുണ്ടാകും. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ വേദനയായിട്ടുള്ളത് മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ട ആ മക്കളെ കാര്യമാണ്. അവരെത്ര വേദനിക്കുന്നുണ്ടാവും. ആ പൊന്നു മക്കൾക്ക് പടച്ച റബ്ബ് ക്ഷമ നൽകട്ടെ. നമ്മളെ മക്കൾ കുറച്ച് സമയം നമ്മളെ കാണാതാവുമ്പോഴത്തേന് കരയുന്ന മക്കൾ, അവർ ഒരിക്കലും എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും ഇനി കാണില്ല എന്നൊക്കെ അറിയുമ്പോൾ അവരെത്രമാത്രം വേദനിക്കുന്നുണ്ടാവും ആ പിഞ്ചു മനസ്സുകൾ. ഒരുപാട് ആളുകൾക്ക് കണ്ണീരാണ് അവിടെ. നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വിഷമങ്ങളൊക്കെ പടച്ചവൻ പെട്ടെന്ന് തീർത്ത് കൊടുക്കട്ടെ. ഇനി ബാക്കി വന്നവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ മലപ്പുറമുത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നല്ലോ. പക്ഷേ ഇതുവരെ അൽഹംദുലില്ലാ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ തലേ ദിവസം നാളെ എന്തോ ഒരു അപകടം വരാനിരിക്കുന്നു എന്നുള്ള രീതിയിൽ കെട്ടിച്ച് വിട്ട മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞു ചില ആളുകൾ. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു. പക്ഷേ പിറ്റേത്തെ ദിവസത്തെ ആ ഒരു കാഴ്ച, അല്ലെങ്കിൽ പിറ്റേന്ന് പുലർച്ചെ എന്താണ് സംഭവിച്ചത് ഒന്നും അറിയണില്ല. അവർ നിന്ന ആ സ്ഥലത്തുള്ള ആ വീടുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. ഒരു പക്ഷേ തലേ ദിവസം അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ അവരും അതിൽ ഒഴുകിപ്പോയിരുന്നു. ആയുസ്സുള്ളവർ രക്ഷപ്പെട്ടു, ആയുസ്സില്ലാത്തവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്രയായി. പിന്നെ നമുക്ക് ഏറ്റവും ആശ്വസിക്കാനുള്ളത് അള്ളാഹു വിചാരിച്ചിട്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. പടച്ച റബ്ബ് എല്ലാം കരുതിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവം വരുന്നതും. അതുപോലെ ഇത്ര ആളുകൾക്ക് ഇത്രയേ ആയുസ്സുള്ളൂ, എല്ലാം പടച്ച റബ്ബ് കണക്കാക്കിയതാണ്. എന്നാലും നമുക്ക് സങ്കടം നിർത്തിയാൽ നിൽക്കൂല അല്ലേ? അത്രക്കും ഒരു സങ്കടകരമായ കാഴ്ചയാണല്ലോ നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടെ നാളേക്ക് വേണ്ടി ഒരുങ്ങിയവർ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവർ എല്ലാം ഒരു നിമിഷം കൊണ്ട്
ഇല്ലാതായിപ്പോയ ഒരവസ്ഥയാണ്. പഠിച്ചവനെ കൊണ്ട് ഇത്ര ഉള്ളൂ. അവൻ വിചാരിച്ചാലേ നമ്മളൊക്കെ ഒരു നിമിഷം മതി ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ. എന്തായാലും പഠിച്ച റബ്ബേ അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ. അങ്ങനെ മരണം തരികയാണെങ്കിൽ തന്നെ ഈമാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മളെ നാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് മലപ്പുറം ജില്ലയിൽ എൻ്റെ മൂത്താപ്പൊക്കെ ഒരു ഏകദേശം പുഴേൻ്റെ ഒരു ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. പുഴേൻ്റെ അക്കരെ ഭാഗത്തൊക്കെ ആയിട്ടാണ്. അവരെ വീടുകളിലൊക്കെ ഈ രീതിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ ക്യാമ്പുണ്ട്, അവിടെയൊക്കെയാണ് എല്ലാവരും താമസിപ്പിക്കുന്നത്. എത്രയോ വലിയ വീടുകളിൽ സുഖസുന്ദരമായി കഴിഞ്ഞിരുന്നവർ പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു റൂമിൽ കഴിയേണ്ട അവസ്ഥ, ഒരു സ്കൂളിൽ കഴിയേണ്ട അവസ്ഥ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആളുകൾ മുഴുവനും നല്ല മഴ ശക്തമായതോടുകൂടി തന്നെ തോണി ഇറക്കിയിട്ട് തോണി വഴി രക്ഷപ്പെട്ട് ഇവിടെ ഈ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളം കയറാത്ത ഈ ഭാഗത്തേക്ക് എത്തി വന്നിട്ടുണ്ട്. എൻ്റെ മൂത്താപ്പാൻ്റെ ഒരുപാട് മക്കളും അവരെ ഫാമിലിയൊക്കെ ഒന്നായിട്ട് അങ്ങനെ വീടൊഴിഞ്ഞ് വന്നിക്കണം. ഇനി എന്തായാലും ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല. എല്ലാവരും വെള്ളം കയറുകയാണ്, മഴ കനക്കുകയാണെന്നൊക്കെ കണ്ടപ്പോൾ തന്നെ രക്ഷപ്പെട്ട് തോണിമാർഗമൊക്കെ ഇങ്ങോട്ട് ഇക്കരയ്ക്ക് എത്തി വന്നിട്ടുണ്ട്. കാരണം പുഴയും എല്ലാം നിറഞ്ഞൊഴുകി നിൽക്കുന്ന സമയമാണ്. പരിസരത്തുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറി ആകെ അകത്തേക്കും ഒക്കെ വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇവരൊരു മുൻകരുതലെടുക്കും. അതായത് ഇങ്ങനെ ഒരുപാട് വീട്ടിൽ എത്രയോ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നനയാതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൽ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബർത്തിൻ്റെ മുകളിലേക്കും റാക്കിൻ്റെ മുകളിലേക്കൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമല്ലാത്തതിന് മുമ്പത്തെ വർഷമൊക്കെ ആ രീതിയിലായിരുന്നു ഓലൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ കൂടുതലായിട്ട് വെള്ളം വന്നാൽ പിന്നെ വീടൊക്കെ മൂടി പോകുന്ന അവസ്ഥ ആവും. പിന്നെ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ പുഴയിൽ ഇങ്ങനെ വെള്ളം കൂടുമ്പോൾ നമുക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമല്ലോ. പക്ഷേ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയം, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് എന്താ പോലെ ആ സ്ഥിതി. ഓരോ ന്യൂസൊക്കെ കണ്ട് വായിക്കുമ്പോഴും ഓരോ വീഡിയോസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരികയാണ് ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, മലപ്പുറം മുത്തിൻ്റെ വയനാട് ഫാമിലിക്കൊന്നും യാതൊരു രീതിയിലുള്ള കുഴപ്പവും കാര്യങ്ങളും പ്രയാസമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അൽഹംദുലില്ലാ. ഇനി എങ്ങനെയൊക്കെ ഏതൊക്കെ പറയാൻ പറ്റില്ല. അതിപ്പോൾ അവിടെയാണെങ്കിലും നമ്മളെ മലപ്പുറം ജില്ലയാണെങ്കിലും എവിടെയാണെങ്കിലും ആർക്കാണ് എപ്പോഴാണ് എന്താണ് എങ്ങനെയാണ് അപകടം വരിക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരോടും പഠിച്ചവനോട് ആദ്യം തന്നെ പ്രാർത്ഥിക്കാനുള്ളത്, പഠിച്ചവനെ ഞങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. ഈമാൻ കിട്ടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. പിന്നെ അതിന് ശേഷമുള്ളതൊക്കെ പിന്നെ ഏറെ സങ്കടകരമായതെന്ന് വെച്ചാൽ ചെറിയ മക്കളൊക്കെ അനാഥമാകുന്നൊരവസ്ഥയാണ്. മറ്റൊരു ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിൽ ആ കുട്ടികൾ വളരുന്ന അവസ്ഥ, സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിൽ നിന്ന് മാറിയിട്ട് അതൊക്കെ വല്ലാത്തൊരു വിഷമവും വേദനയുള്ള അവസ്ഥയാണ്. എന്തായാലും പടച്ച റബ്ബ് നമ്മളെ മക്കളെയും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും നമ്മളെ അയൽവാസികളെയും ഫാമിലിയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനി നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ കാണാതിരിക്കട്ടെ. എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഇപ്പോഴൊക്കെ എത്രയോ ആളുകൾ ഓരോ ഗ്രൂപ്പ് വഴിയായിട്ടും അങ്ങനെയായിട്ടും ഇങ്ങനെയായിട്ടും, ഞങ്ങളെ യൂട്യൂബേഴ്സ് ഫാമിലി തന്നെ ഒരുപാട് ഇങ്ങനെ ഈ വയനാട്ടിലത്തെ ആളുകൾക്ക് പാവങ്ങൾക്ക് ഇങ്ങനെ വസ്ത്രമായിട്ടും ക്യാഷായിട്ടും എന്തൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാവരും ചെയ്യണമുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും എന്തൊക്കെ തന്നെ കിട്ടിയാലും അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ മക്കളെ, ആ പിഞ്ചു പൈതങ്ങളെ, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ, അല്ലെങ്കിൽ സഹോദരങ്ങളെ, അവരെ ഒരിക്കലും തിരിച്ചു കിട്ടൂലല്ലോ എന്നുള്ള ആ ഒരു സങ്കടമാണ്. സാധനമൊക്കെ ഇഷ്ടം പോലെ കിട്ടും, ആര് വേണമെങ്കിലും സഹായിക്കും. പക്ഷേ ആ നഷ്ടപ്പെട്ട ആ ജീവനുകൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അള്ളാഹുവേ അവർക്ക് നീ ക്ഷമ കൊടുക്ക് റഹ്മാനേ. അത് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. ഇങ്ങനെയുള്ള ഈ പുഴകളിൽ നിന്നൊക്കെ എത്ര മൃതദേഹങ്ങളുടെ കയ്യും കാലും ഉടലും തലയൊക്കെ വേർപെട്ടത് കിട്ടി, ഒരുപാട് കിട്ടാത്തതായിട്ടും ഒരുപാട് മണ്ണിനടിയിൽ കിടക്കുന്നതായിട്ടും ഒക്കെ ഉണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, എല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് സുരക്ഷിതരായിരിക്കും എന്നുള്ളത്. പടച്ച റബ്ബിനറിയാലോ ആരൊക്കെ എവിടേക്ക് കിടക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. മരണപ്പെട്ടു കഴിഞ്ഞില്ലേ, എല്ലാം പഠിച്ചവൻ്റെ അടുത്തേക്ക് എല്ലാവരും സന്തോഷത്തോടു കൂടി പോകട്ടെ.
അവർക്കൊക്കെ പടച്ച റബ്ബ് ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.